നമസ്കാരം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തെ കീഴടക്കിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു ജെയ്സൺ വാട്ടർ ടാപ്പ്. എന്നാൽ ഇത് കണ്ടുപിടിച്ചത് ഒരു മലയാളിയാണെന്നും സർവോപരി ഒരു തിരുവനന്തപുരത്തുകാരനാണെന്നും അധികമാർക്കും അറിയില്ല. തിരുവനന്തപുരം കരമനയിലെ സുബ്രഹ്മണ്യ അയ്യറാണ് ഈ ടാപ്പിൻ്റെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. തിരുവിതാംകൂറിൽ പൊതുവെള്ള ടാപ്പുകൾ ജനങ്ങൾ ഉപയോഗശേഷം തുറന്നിടുന്നതും വെള്ളം പാഴാകുന്നതും കണ്ടപ്പോഴാണ് സുബ്രഹ്മണ്യ അയ്യരുടെ മനസ്സിൽ ജലം പാഴാകാത്ത ഒരു ടാപ്പ് നിർമ്മിക്കാനുള്ള ആശയം മുളപൊട്ടുന്നത്. 90-കൾ വരെയും നമ്മുടെ നാട്ടുവഴികളിലും നഗരങ്ങളിലുമെല്ലാം സാധാരണമായിരുന്നു ജെയ്സൺ വാട്ടർ ടാപ്പുകൾ. ചുരുക്കി പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജലസംരക്ഷണം എന്ന ആശയം ആഗോളതലത്തിൽ ചർച്ചയാകുന്നതിന് മുൻപേ തിരുവനന്തപുരത്തെ ഒരു മലയാളി അതിനൊരു പ്രായോഗിക പരിഹാരം കണ്ടെത്തിയിരുന്നു. അന്ന് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്ത് ഇൻഷുറൻസ് ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു സുബ്രഹ്മണ്യ അയ്യർ. എഞ്ചിനീയർ സുഹൃത്തുക്കളായ രാജാംഗം, SL നാരായണൻ എന്നിവരുടെ സഹായത്തോടെ അദ്ദേഹം ടാപ്പിൻ്റെ ആദ്യ രൂപം വികസിപ്പിച്ചു. ദക്ഷിണേന്ത്യൻ റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഈ സുഹൃത്തുക്കൾ. ഈ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടിയതോടെ സുബ്രഹ്മണ്യ അയ്യർ ഒരു സംരംഭകനായി മാറുകയായിരുന്നു. തുടക്കത്തിൽ തിരുവനന്തപുരത്തെ കരമനയിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചുകൊണ്ട് ജെയ്സൺ ടാപ്പുകളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ആരംഭിച്ചു. എന്നാൽ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ഉൽപ്പാദനം കോയമ്പത്തൂരിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ജലസംരക്ഷണത്തിലുള്ള ഈ കണ്ടുപിടുത്തം വേസ്റ്റ് നോട്ട് വാട്ടർ ടാപ്പ് എന്നും അറിയപ്പെട്ടു. ഈ ടാപ്പിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ജർമ്മൻ കമ്പനിയായ ഹൈഡ്രോ പ്ലാൻ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒഴികെയുള്ള രാജ്യങ്ങളിൽ ഉൽപാദന വിപണന അവകാശങ്ങൾ സ്വന്തമാക്കി. ഇതോടെ യൂറോപ്പ്, ഇംഗ്ലണ്ട്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ജെയ്സൺ ടാപ്പുകൾ വ്യാപകമായി. 1984-ൽ കേരള വാട്ടർ അതോറിറ്റി സ്ഥാപിതമായതിനു ശേഷം സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച പൊതു ടാപ്പുകളിൽ ഭൂരിഭാഗവും ജെയ്സൺ ടാപ്പുകളായിരുന്നു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഒരു സാധാരണ കാഴ്ചയായിരുന്നു ഈ ടാപ്പുകൾ. ഒരു തലമുറയുടെ തന്നെ നൊസ്റ്റാൾജിയുടെ ഭാഗമായി കൂടി ഈ ടാപ്പുകൾ മാറി. എന്നാൽ വീടുകളിലേക്ക് നേരിട്ടുള്ള ജലവിതരണ കണക്ഷനുകൾ വ്യാപകമായതോടെ പൊതു ടാപ്പുകളുടെ പ്രസക്തി തന്നെ കുറഞ്ഞുപോയി. ക്രമേണ ജെയ്സൺ ടാപ്പുകൾ പൊതുയിടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. എങ്കിലും ഒരു മലയാളി സംരംഭകന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള കണ്ടുപിടുത്തം ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ജെയ്സൺ വാട്ടർ ടാപ്പ്. വെബ് ഡെസ്ക് തത്തുമൈ TV.